നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വീടുകൾ ഒരുങ്ങുന്നു. മാതൃക ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 7 സെന്റ് ഭൂമിയിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്നത്. പുനരധിവാസത്തിനായി 402 ഗുണഭോക്താക്കളെയാണ് സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന കൽപ്പറ്റയിലെ എസ്റ്റൺ എസ്റ്റേറ്റിലാണ് മുഖ്യമന്ത്രി പദ്ധതിക്ക് തറക്കല്ലിട്ടത്. വയനാട് പുനരധിവാസം ലോകത്തിന് മാതൃകയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വീട് നിർമ്മാണം കൊണ്ട് മാത്രം പുനരധിവാസം അവസാനിക്കില്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന വിധത്തിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ തന്നെ കണ്ണീരിൽ മുക്കിയ ദുരന്തമാണ് ഉണ്ടായതെന്നും കേന്ദ്ര സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെന്നും ഇതുവരെ ഒന്നും ലഭിച്ചില്ലെന്നും പഴയ അനുഭവം വെച്ച് ഇനി കിട്ടുമോ എന്നും അറിയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മേപ്പാടിയിൽ പുനരധിവാസ പദ്ധതിയുടെ പ്രതീകാത്മക തറക്കല്ലിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കുത്തിവയ്പ്പിലൂടെ ലഹരി ഉപയോഗിച്ച 10 പേർക്ക് HIV സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. വളാഞ്ചേരിയിലാണ് HIV ബാധിതരെ കണ്ടെത്തിയത്. 7 മലയാളികൾക്കും 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് HIV സ്ഥിരീകരിച്ചത്. ഇവർ ഒരേ സൂചി ഉപയോഗിച്ചതായാണ് അധികൃതർ പറയുന്നത്. മാധ്യമ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നും ഇതിൽ ചില മാധ്യമങ്ങൾക്ക് പരിഭ്രാന്തിയുണ്ടെന്നും അവർ അധാർമികതയുടെ ഏതറ്റം വരെയും പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കളമശ്ശേരി പോളിടെക്നിക്കിൽ ലഹരി മരുന്ന് പിടിച്ച സംഭവം ഇതിന് ഉദാഹരണമാണെന്നും ആ സംഭവത്തിന് ചില മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധ നെഗറ്റീവ് നൽകിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. 1-ാം ക്ലാസ്സിൽ ചേർക്കുന്ന കുട്ടികൾക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നത് കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി. 2026-27 അധ്യയന വർഷം മുതൽ സ്കൂൾ പ്രവേശന പ്രായം 6 വയസ്സാകുമെന്നും നിലവിൽ 52% കുഞ്ഞുങ്ങളും 6 വയസ്സിലാണ് സ്കൂൾ പ്രവേശനം തേടുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൊടകര കുഴൽപ്പണക്കേസ് ലോക്സഭയിൽ ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. കേസ് അന്വേഷണം BJPക്കായി ED അട്ടിമറിച്ചെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി BJP കേന്ദ്ര നേതാക്കളിൽ നിന്നാണ് കള്ളപ്പണം കേരളത്തിലെത്തിച്ചതെന്നും അന്വേഷണം നേതാക്കളിലേക്ക് പോകാതെ കള്ളപ്പണക്കേസായി മാത്രം കണ്ട് അട്ടിമറിച്ചെന്നും കൊടിക്കുന്നിൽ ആരോപിച്ചു. ED BJP ബായ് എന്ന് വിളിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തിയതോടെ BJP അംഗങ്ങളും ബഹളം വെച്ചു. സമയം കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി കൂടുതൽ സംസാരിക്കാൻ കൊടിക്കുന്നിലിന് ചെയർ അവസരം നൽകിയില്ല. തുടർന്ന് കോൺഗ്രസ് UDF MPമാർ ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വന്യമൃഗങ്ങളെ കൊല്ലാൻ പറയാൻ തനിക്കാവില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ്. കേരളത്തിലെ വന്യമൃഗ ആക്രമണം സംബന്ധിച്ച് രാജ്യസഭയിൽ ഇടത് MP ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച ചോദ്യത്തോടായിരുന്നു പ്രതികരണം. കേരളത്തിലെ സ്ഥിതി ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ അദ്ദേഹം പക്ഷേ ഏകപക്ഷീയമായി നടപടികൾ സ്വീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. വന്യജീവികളും മനുഷ്യജീവനുകളും സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി പറഞ്ഞു. അധ്യാപകർക്കെതിരായ പോക്സോ കേസുകളിൽ കൃത്യമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 72 കേസുകളാണ് DGPയുടെ മുന്നിൽ ഉള്ളതെന്നും ഇതിൽ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടുന്നുണ്ടെന്നും ഇതിൽ ആർക്കും യാതൊരു സംരക്ഷണവും നൽകില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടക്കുന്ന 72 ക്യാമ്പുകളിലാണെന്നും ഹയർ സെക്കൻഡറിയുടെ മൂല്യനിർണ്ണയം നടക്കുന്നത് 89 ക്യാമ്പുകളിലാണെന്നും അദ്ദേഹം പറഞ്ഞു. 1977 ജനുവരി 1 മുമ്പ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്ന അർഹരായവർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന ഏപ്രിൽ മാസം ആരംഭിക്കാൻ റവന്യൂ വനം വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. 2024 ഫെബ്രുവരിയിൽ റവന്യൂ മന്ത്രി K രാജനും വനം മന്ത്രി MK ശശീധരനും കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ്, സഹമന്ത്രി അശ്വിനി കുമാർ ചൗബെ എന്നിവരുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫലമായാണ് കേന്ദ്ര അനുമതി ലഭിച്ചത്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി സ്വകാര്യ ബസ് ഉടമകൾ. വിദ്യാർത്ഥികളുടെ മിനിമം നിരക്കായ 1 രൂപയിൽ നിന്ന് 5 രൂപയായി ഉയർത്തണമെന്നാണ് ആവശ്യം. പുതിയ അധ്യയന വർഷത്തിൽ പുതിയ നിരക്ക് വേണമെന്നും ഇല്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കുമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓർഗനൈസേഷൻ അറിയിച്ചു.
അടുത്ത മാസവും സംസ്ഥാനത്തെ ഉപഭോക്താക്കളിൽ നിന്ന് സർവീസ് ചാർജ് പിരിക്കുമെന്ന് KSEB അറിയിച്ചു. യൂണിറ്റിന് 7 പൈസ നിരക്കിലാണ് സർചാർജ് പിരിക്കുക. ഫെബ്രുവരിയിൽ 14.83 കോടിയുടെ അധിക ബാധ്യതയുണ്ടായ സാഹചര്യത്തിലാണിതെന്ന് KSEB വിശദീകരിക്കുന്നു. സംസ്ഥാനത്തെ 5 ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 4 ആശുപത്രികൾക്ക് പുതുതായി അംഗീകാരവും 1 ആശുപത്രിക്ക് പുനഃ അംഗീകാരവുമാണ് ലഭിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 216 ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് വേതന വിതരണത്തിനായി 14.29 കോടി രൂപ അനുവദിച്ചു. 13,560 തൊഴിലാളികളുടെ ഫെബ്രുവരിയിലെ വേതനം നൽകുന്നതിനായാണ് സംസ്ഥാനം അധിക സഹായമായി തുക ലഭ്യമാക്കിയതെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർക്കാരിനെതിരായ സമരം തുടരുന്നതിനിടെ ആശാവർക്കർമാർക്ക് അധിക വേതനം പ്രഖ്യാപിച്ച് UDF ഭരിക്കുന്ന കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ. കണ്ണൂർ കോർപ്പറേഷനും 6 നഗരസഭകളും എലപ്പുള്ളി പഞ്ചായത്തുമാണ് ആശാവർക്കർമാർക്ക് ബജറ്റിൽ തുക വകയിരുത്തി. പ്രതിമാസം 7,000 രൂപ അധികം നൽകാൻ BJP ഭരിക്കുന്ന മുത്തോലി ഗ്രാമപഞ്ചായത്തും തീരുമാനിച്ചിട്ടുണ്ട്. തുച്ഛമായ ഓണറ്റേറിയം കൂട്ടണമെന്നാവശ്യപ്പെട്ട് 1.5 മാസമായി സമരം ചെയ്തിട്ടും സർക്കാർ മുഖം തിരിച്ചു നിന്നതോടെയാണ് UDF ഭരണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ അധിക വേതനം നൽകാൻ തീരുമാനമെടുത്തത്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് മദ്യവുമായി എത്തിയ 4 വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകാൻ ആറന്മുള പോലീസ് തീരുമാനിച്ചു. പത്തനംതിട്ട കോഴഞ്ചേരി നഗരത്തിലെ സ്കൂളിലാണ് ഇന്നലെ വിദ്യാർത്ഥികൾ മദ്യവുമായി എത്തിയത്. പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കാനാണ് മദ്യം കൊണ്ടുവന്നത്. ഒരാളുടെ ബാഗിൽ നിന്ന് അമ്മൂമ്മയുടെ മോതിരം മോഷ്ടിച്ചു വിറ്റ 10,000 രൂപയും കണ്ടെത്തിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് മദ്യം ആര് വാങ്ങി നൽകിയെന്നതിലടക്കം വിശദമായ പോലീസ് അന്വേഷണം ഉണ്ടാകും. ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാനുള്ള സങ്കീർണതകൾ മാറ്റി സർക്കാർ ഉത്തരവിറക്കി. മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും പഠനം നടത്തിയവർക്ക് ഇങ്ങനെ രേഖകളിൽ മാറ്റം വരുത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് നടപടിക്രമങ്ങൾ ലഘൂകരിച്ചത്. ഇതിനുള്ള സൗകര്യം K-സ്മാർട്ടിലും ഒരുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് അറിയിച്ചു. കേരളത്തിലെ 82% പൊതു ജലാശയങ്ങളിലും 78% വീട്ടുകിണറുകളിലും മനുഷ്യവിസർജ്യത്തിൽ നിന്നുള്ള കോളിഫോം ബാക്ടീരിയ അപകടകരമായ അളവിലാണെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ശുചിമുറി മാലിന്യം പുഴയിലും കായലിലും മറ്റു ജലസ്രോതസ്സുകളിലും തള്ളുകയാണെന്നും കരിമീനൊക്കെ കഴിക്കുമ്പോൾ ഇത് ഓർമ്മയിൽ വേണമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷനും കേരള പത്രപ്രവർത്തക യൂണിയനുമായി സഹകരിച്ച് നടത്തിയ മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.